ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനസ്സെപ്പോഴും ശാന്തമായിരിക്കണമെങ്കിൽ അതിനൊരു അഭ്യാസം കൊടുക്കുക തന്നെ വേണം. നിസാരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൊട്ടിത്തെറിക്കുക മനസ്സിൻ്റെ സ്വഭാവമാണ്. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അതിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കാൻ നാം ഒരു പരിശീലനം കൊടുത്തേ പറ്റൂ. അതിനാൽ നമ്മുടെ മനസ്സിനെ നാം എപ്പോഴും ശ്രദ്ധിക്കണം. ദേഷ്യം വരുമ്പോൾ ദേഷ്യം മനസ്സിൽ സ്ഫുരിച്ചാൽ ശാന്തിമായും മനോദൂഷ്യമാളും. നാം അറിയില്ല നാം ചെയ്യുന്നതെന്തെന്ന് ചിന്തകൾ വ്യാമിശ്രമാകും. ഇതാണ് നമ്മളുടെ മനസ്സിൻ്റെ സ്വഭാവം. ദേഷ്യം മനസ്സിൽ സ്ഫുരിച്ചാൽ, നമ്മുടെ മനസ്സിൽ ദേഷ്യം അങ്കുരിച്ചു കഴിഞ്ഞാൽ ശാന്തിമായും നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. മനോദൂഷ്യമാളും, മനസ്സിലെ ദുഷിച്ച പ്രവണതകളെല്ലാം ആളിക്കത്തും, ജ്വലിക്കും. നാം അറിയില്ല നാം ചെയ്യുന്നതെന്തെന്ന്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് തന്നെ പറയാൻ പറ്റുകയില്ല. നാം അറിയില്ല നാം ചെയ്യുന്നതെന്തെന്ന് ചിന്തകൾ വ്യാമിശ്രമാകും. ചിന്തകളൊക്കെ പരസ്പര വിരുദ്ധമായി വരും. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ നാം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഒരു കാരണവശാലും വരാൻ അനുവദിക്കാതിരിക്കുകയാണ് വേണ്ടത്. വന്നാൽ തന്നെ ഇപ്പോൾ ദേഷ്യമാണ് വന്നിരിക്കുന്നത് എന്നും അത് എൻ്റെ ശത്രുവാണ് എന്നും അതിനെ നിയന്ത്രിക്കേണ്ടതാണെന്നും ഉള്ള വിചാരം നമ്മുടെ ഉള്ളിൽ ഉടനെ തലപൊക്കുകയാണെങ്കിൽ ആ ദേഷ്യം തനിയെ നിർവീര്യമായിക്കൊള്ളും. എന്നാൽ ആ ദേഷ്യത്തോടൊപ്പം നാം കൂട്ടുകൂടുകയാണെങ്കിൽ അത് 10 മടങ്ങ് ആളിക്കത്തുകയാണ് ചെയ്യുക. അതിനാൽ ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തോടൊപ്പം കൂടാതെ ആ ദേഷ്യത്തെ സാക്ഷിഭാവത്തിൽ നോക്കിക്കാണാൻ പഠിക്കുന്ന ഒരു വിവേകം നമ്മളിൽ ഉദയം ചെയ്യണം. അതാണ് ദേഷ്യം മനസ്സിൽ സ്ഫുരിച്ചാൽ ശാന്തിമായും മനോദൂഷ്യമാളും. നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ദുഷിച്ച പ്രവണതകളും തലപൊക്കാൻ തുടങ്ങും ദേഷ്യം വരുമ്പോൾ. ദേഷ്യം മനസ്സിൽ സ്ഫുരിച്ചാൽ ശാന്തിമായും മനോദൂഷ്യമാളും. നാം അറിയില്ല നാം ചെയ്യുന്നതെന്തെന്ന് ചിന്തകൾ വ്യാമിശ്രമാകും. നമ്മൾ എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യേണ്ടത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ എന്തെങ്കിലും എങ്ങനെയൊക്കെ എങ്കിലും പറയുകയും ചെയ്യുകയും ആയിരിക്കും ചെയ്യുന്നത്. എല്ലാം വികലമായിരിക്കും. ചിന്തകൾ വികലമായാൽ നമ്മുടെ വാക്കുകളും വികലമായി, വാക്കുകൾ വികലമായാൽ പ്രവൃത്തിയും വികലമായിത്തീരും. അതിനാൽ നമ്മുടെ മനസ്സിനെ നാം തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഈ ലോകത്തിൽ വിഹരിക്കാം. ദേഷ്യം, പക, അസൂയ ഇതെല്ലാം മനസ്സിനെ കലക്കി മറിക്കുന്ന അഴുക്കുകളാണ്. ഈ അഴുക്കുകളാ നാം എത്രയും പെട്ടെന്ന് ദൂരത്ത് വലിച്ചെറിയാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും. അങ്ങനെയുള്ളവർ പരമ സുഖികളായിത്തീരുന്നതാണ്. ദേഷ്യം മനസ്സിൽ സ്ഫുരിച്ചാൽ ശാന്തിമായും മനോദൂഷ്യമാളും. നാം അറിയില്ല നാം ചെയ്യുന്നതെന്തെന്ന് ചിന്തകൾ വ്യാമിശ്രമാകും.